രാത്രി ഉറക്കമില്ലാണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ താങ്കൾ. ഹായ്, നമസ്കാരം. വോൾഗ ഫിഷിങ്ങിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു അടിപൊളി വീഡിയോ. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻട്രോ എടുക്കുന്നത് ഫിഷിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മൾ ഇന്നലെ രാത്രി 9 മണിക്ക് ഇവിടെ വന്നതാണ്, കോട്ടയത്ത് തൊടുപുഴയെന്ന്. ഇപ്പോൾ നേരം വെളുത്ത് 9 മണിയായി. ഒരു പോളെ കണ്ണുറങ്ങിയിട്ടില്ല. നൈറ്റ് മൊത്തം ഫിഷിംഗ് ആയിരുന്നു. ഇരുട്ടായതുകൊണ്ട് ഒത്തിരി വീഡിയോസ് നമുക്ക് മിസ്സായിട്ടുണ്ട്. എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കണ്ടിട്ട് വരണം. അടിപൊളി വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഇത് കണ്ടോ, വെള്ളം കിടക്കുന്ന അവസ്ഥ കണ്ടോ. 2 ദിവസമായിട്ട് ഈ കോട്ടയത്തെ വെള്ളം മൊത്തം കംപ്ലൈൻ്റ് ആയിട്ട് മീനെല്ലാം വെള്ളത്തിന് മുകളിൽ പൊങ്ങുക. അങ്ങനെ 2 ദിവസം നമ്മൾ ഫിഷിങ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 2ാമത്തെ ദിവസം. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഫിഷിങ് കൂടെ നമുക്കിവിടെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ബാ. ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനം നടന്നു. പെട്ടെന്നുള്ള പരിപാടികളായതുകൊണ്ട് ഒന്നും അറിയിക്കാൻ പറ്റിയില്ല ആര്. ഞാൻ ഇച്ചിരി പരിപാടിയുണ്ട്. എനിക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഏതാണെന്നറിയോ? രാത്രി കേട്ടോ, ഒരു രക്ഷയില്ല. സമയം പറഞ്ഞു രാത്രി 1:20. വീഡിയോ എടുക്കാൻ ഇത്രയൊക്കെ പരിധിയുണ്ട്. ഈ അംഗം നടന്നുകൊണ്ടിരിക്കുന്ന രാത്രി 1:21 സമയത്താട്ടോ വീഡിയോ എടുക്കുന്നതിന് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാവുന്ന രീതിക്കെല്ലാം കാണിക്കും. ആ വല വേണ്ടിയിലേക്ക് കൊടുക്കും. എന്റെ കയ്യിൽ വലയുണ്ട്, ടോർച്ചുണ്ട്, മൊബൈലുണ്ട്. എല്ലാം കൂടെ ആ പരിപാടികൾ. ഇത് ഡ്രൈവർ. ആദ്യം ഒരു കരിമീൻ കളഞ്ഞാൽ തെറി കേട്ട് തീർന്നു. അപ്പൊ അടുത്ത് സെറ്റാവാൻ വേണ്ടിട്ട് നിന്നാ മക്കളെ. കരിമീൻ കളഞ്ഞതിന് തെറി പറഞ്ഞത് ഞാൻ തന്നെ കേട്ടോ. അതാ പുള്ളി ഇപ്പൊ പറഞ്ഞത്. കരിമീൻ പുള്ളി തന്നെ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ അടിച്ചത് ഇത് ഇന്ന് കളറളയാ. തെളിഞ്ഞ കളർ. കരിമീൻ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കരിമീനാട്ടോ. പറ്റിയാണെങ്കിൽ നല്ല അടിപൊളി വീഡിയോസാ കിട്ടണം. കളയാനില്ലാത്ത വീഡിയോസാ. ഈ സമയത്തൊക്കെ വീഡിയോ എടുത്ത് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറക്കമില്ലാണ്ട് 1.5 മണിക്ക് 2ാമത്തെ ദിവസം ഉറക്കമില്ലാണ്ട് ഞങ്ങള് വീഡിയോ എടുക്കാൻ നടക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. കയറുമെന്ന് എനിക്കറിയത്തില്ല. തലക്കെട്ട് അടിയുണ്ടായി. ആ ഉണ്ട്. അടി പോയിക്കൊണ്ട് തലക്കെട്ട് ഞാൻ കേട്ടു. തലക്കെട്ടേ അടി പോയി കൊള്ളണം ഞാൻ. അയ്യോ, ഇത്രയും വലിയ പുല്ല് നടന്നത്. ഇവിടെ കണ്ടിട്ടല്ലോ വേല. തീർന്നടാ നീ തീർന്നു. നിന്റെ കട്ടയം കൂടെ മടക്കി കരയിൽ കയറ്റാനുള്ള ശ്രമത്തിനിടയ്ക്കാണ് ഇമാര് ഈ അംഗം കാണിക്കണേ. നീ തീർന്നു. നിന്റെ ഇടപാട് കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു ചാൻസ് നിനക്കില്ല. മച്ചാമാരെ, നമ്മുടെ തുറയലാശ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം മുക്കുളത്തേൽ അടിച്ചു പിടിക്കുന്ന പരിപാടി. പുള്ളി അവിടെ വാള അടിച്ചു പിടിച്ചിട്ടുണ്ട്. പക്ഷെ സംഭവം ഉടക്കി കിടക്കുക. അത് വള്ളക്കാരോടും കണ്ട് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നണം. അവരും കണ്ട് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു. മുഖത്ത് കയറിയോണ്ട് കണ്ട് നല്ലതായിട്ട് ഫൈറ്റ് ചെയ്തത്. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും വാളനെ കാണിച്ചു തരാം. അത് നല്ല വാളയാ, സൈസ് വാളയാ. നമുക്ക് എന്തായാലും നോക്കാട്ടോ, അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. കൂട്ടുകാരത് അവിടെ നിന്ന് വിളി വന്നിട്ടുണ്ട് കേട്ടോ. മീനെ കണ്ടിട്ടുണ്ടെന്നാണ് തോന്നണേ. ഇവിടെ വാള നിൽപ്പുണ്ട്. ഉണ്ട്. ചെറുതാ. ഇതിലും ഭേദം 1.5 കിലോ. 1.5 കിലോ, 1.5 അല്ല 2 കിലോ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. താന്ത്രേ
ഇതിൻ്റെ വാ നോക്ക്. എൻ്റെ പൊന്നെ. മിടുക്കനാ. സഹിച്ചേട്ടൻ പിടിച്ചവൻ മിടുക്കനാട്ടോ. ഒരു 4 കിലോ ഉണ്ട് വൻ. ഹെവി സാധനം. മണലൊക്കെ കിടന്ന് നശിപ്പിച്ചതേ. അത് പോട്ടെ. ഈ എളിയവൻ്റെ സംഭാവന. ഇതിന് നല്ല വെയിറ്റ് ഉണ്ടെന്നറിയോ? 2 കിലോ ഉണ്ട് ഈ സാധനം. ഒന്ന് പിടിച്ചു നോക്കി കയ്യിൽ. മറ്റത് 4 കിലോ ഉണ്ട്. സജിച്ചാലും സംഭാവന ചെയ്തെന്നുള്ളൂ. ഇന്നലത്തെ സെയിം സാധനം 5 കിലോ. ചുമ്മാ വെക്ക് താഴെ. എന്തിനാ ഷൂട്ട് പറഞ്ഞാൽ അടിച്ചിട്ട് ആട്ടി കളയണെന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കാം. രക്ഷപ്പെട്ടെ. മച്ചന്മാരെ കിടക്കാത്ത സാധനം ഇപ്പം കാണിച്ചു തരാം. 5 കിലോ മേളിലുണ്ട് ഇത്. തൂക്കും നമ്മൾ, ഉറപ്പായിട്ടും തൂക്കും. ഹൈറ്റ് വേണമെങ്കിൽ കണ്ടോ. ഹൈറ്റ് കണ്ടോ. ആട്ട് തരാം. വാള എന്നൊക്കെ പറഞ്ഞ അംഗ സാധനം. ഇത് കണ്ടോ. ഒരു കൈ കയറി പോകും വായിക്കാത്തേക്ക്. താങ്ക് യു. ശരിക്കും ഒന്ന് കാണിച്ചു വിടാവേ. ആൾക്കാരൊന്ന് കാണട്ടാവേ. ഇത് ഫസ്റ്റ് വൺ കേട്ടോ. ആദ്യത്തെ. സെക്കൻഡ് വൺ. തൂക്കിയാലോ നമുക്ക്. തേർഡ് വൺ. 3 വാളയാട്ടോ ഇന്നത്തെ. ഇതിനകത്ത് കിടക്കാൻ മൊത്തം കരിമീനാണ് കേട്ടോ. മുല്ലനൊക്കെ നമ്മൾ വേറെ കൊടുത്തു. ഇന്ന് അടിച്ചു പിടിച്ച കരിമീൻ. എല്ലാം ഹെവി കരിമീനുകളാട്ടോ. നല്ല അടിപൊളി കരിമീനുകളാണ് കിടക്കണേ. കുറേ കുറുവയും പുല്ലനെയൊക്കെ നമ്മൾ അടിച്ചെടുത്താറുണ്ട്. അതെല്ലാം നമ്മൾ ഇവിടുത്തെ നമ്മുടെ ദോസ്തുക്കൾക്ക് കൊടുത്തു. അതുകൊണ്ട് എല്ലാം നല്ല സൈസ് കരിമീനുകളാണ്. മൊത്തം കരിമീനാ. അപ്പടി കരിമീനാ. ഒരു 10-20 കാണുമായിരിക്കും മൊത്തം. അമ്മേ 5 കിലോ. 5 ഉണ്ട് കേട്ടോ. നമുക്ക് അടുത്ത് നോക്കാം. 5 ഉണ്ട്. നെക്സ്റ്റ് അടുത്തത് 490. 4 കിലോ. കൈ വിറയ്ക്കണു. 4 കിലോ കാണത്തില്ലേ? കാണണോ. അതിലോട്ട് ഇരിക്കണോ. നെക്സ്റ്റ് തൂക്കം പറയാമോ? 160. 2 കിലോ ഉണ്ട്. 2 കിലോ. 1,750. 2 കിലോ. 2 ഉണ്ട്. 2 കിലോ. ഇത് വലിയ കരിമീനെ മാത്രം തൂക്കിയാലോ. ഈ കരിമീനോട് നമ്മൾ തൂക്കാൻ പോകാട്ടോ. ജോബേട്ടനൊരാഗ്രഹം. ഈ കരിമീൻ്റെ വലിപ്പം വെച്ചിട്ട് എന്തോരം ഉണ്ടെന്ന് നമുക്ക് ഏകദേശം അറിയണമല്ലോ. ഈ ആൾക്കാരെല്ലാം പിടിച്ച് വെച്ചിട്ട് 1 കിലോ 2 കിലോ എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്നാ നമുക്ക് ഇതിൻ്റെ അത്യാവശ്യം വേണ്ടേ. 1/2 കിലോ കരിമീൻ. 1/2 കിലോ കേട്ടോ. 1/2 കിലോ കരിമീൻ. 540 ഗ്രാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മടുത്തുപോയി. ഒരു പോളെ കണ്ണ് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. നമ്മൾ 2ാമത്തെ ദിവസമാണ് ഇന്ന് ഫിഷിങ്ങിനായിട്ട് കോട്ടയത്ത് വന്നത്. അപ്പോൾ അത്യാവശ്യം കിട്ടിയ മീനെല്ലാം ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെ വേണം കേട്ടോ. വീഡിയോ ഇടാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഞങ്ങൾ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. അപ്പോൾ അത് എല്ലാവരും നമുക്ക് വേണ്ടി ഒന്ന് സഹകരിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി ആൾ കൂടി ഇപ്പോൾ വാളയൊക്കെ കാര്യമായിട്ട് അടിക്കണേ. ഇപ്പോൾ 2 ദിവസം കൊണ്ട് നമുക്ക് 6 വാള അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു റിലേ ഇല്ല. ആ റിലേ ഒക്കെ പോയേ ഇരിക്കണം. ശരി നന്നായിട്ട് ഉറക്കം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതേ പരിപാടി 9 മണിയായുള്ളൂ. ഇപ്പം നേരം വെളുത്ത് 9 മണിയായുള്ളൂ. നമ്മൾ പരിപാടി അവസാനിപ്പിക്കുക. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക. ജസ്റ്റ് നമ്മൾ
ഫ്രണ്ടിൻ്റെ വീടുണ്ട് ഇവിടെ, ഒന്ന് കുളിക്കുന്നു, ഫ്രഷ് ആവുന്നു, നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.